പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ആഗോള രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിക്കുന്നതാണ്. ഒരു വശത്ത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പരോക്ഷ യുദ്ധം നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമ്പോൾ മറുവശത്ത് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ സൈനിക ഐക്യം രൂപപ്പെടുകയാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പുകച്ചിലുകൾ നടക്കുന്ന പശ്ചിമേഷ്യയിൽ നിന്നൊരു പുതിയ പവകെ. ഇസ്രായേലും അമേരിക്കയും ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ലോകത്തെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നടങ്കം ഒരു സൈനിക സഖ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ബിഗ് പ്രൊജക്ട് യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഇസ്രായേലിന്റെ പ്രതികരണം എന്താണ്? ലോകത്തെ ഏറ്റവും സംഘർഷഭരിതമായ മണ്ണാണ് പശ്ചിമേഷ്യ. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളും ഗാസയിലെ യുദ്ധവും ഈ മേഖലയെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ എത്തിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ഈ സാഹചര്യത്തിലാണ് ലോകം ഉറ്റുനോക്കുന്ന ആ വലിയ നീക്കം നടക്കുന്നത്, ഇസ്ലാമിക് നേറ്റോ. കേവലം ഒരു ചർച്ച എന്നതിലുപരി തുർക്കിയും സൗദി അറേബ്യയും പാകിസ്ഥാനും ഈജിപ്തും കൈകോർത്ത ഒരു പുതിയ മിലിറ്ററി ആക്സസ് രൂപീകരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തുന്ന ഈ പുതിയ നീക്കത്തിന്റെ പിന്നിലെ സത്യം എന്താണ്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ വലിയ ആശയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനി തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനാണ്. 2024 സെപ്റ്റംബറിൽ അദ്ദേഹം ഒരു ആഹ്വാനം നടത്തി. ഇസ്രായേലിന്റെ ഭീഷണികൾക്കെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം. വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. വർഷങ്ങളായി ശത്രുതയിലായിരുന്ന ഈജിപ്തുമായി അദ്ദേഹം ബന്ധം സ്ഥാപിച്ചു. സൗദി അറേബ്യയിലേക്ക് തുടർച്ചയായ സന്ദർശനങ്ങൾ നടത്തി. തുർക്കി, ഈജിപ്ത്, സൗദി അറേബ്യ ഈ 3 രാജ്യങ്ങളും ഒന്നിച്ചാൽ പശ്ചിമേഷ്യയിലെ പവർ ബാലൻസ് പൂർണ്ണമായും മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സൈനിക സഖ്യം, മിലിറ്ററി അലയൻസ് എന്ന് പറയുമ്പോൾ അതിന് വെറും വാക്കുകൾ മാത്രം പോരാ, കൃത്യമായ ആയുധബലം വേണം. ഇവിടെയാണ് പാകിസ്ഥാന്റെ പ്രസക്തി വരുന്നത്. 2025 സെപ്റ്റംബറിൽ പാകിസ്ഥാൻ ഈ സഖ്യത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു. ആണവായുധ ശേഷിയുള്ള ഏക മുസ്ലിം രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാന്റെ പങ്ക് വളരെ നിർണായകവുമാണ്. തുർക്കിയുടെ അത്യാധുനിക ഡ്രോൺ ടെക്നോളജിയും അതുപോലെ പാകിസ്ഥാന്റെ സൈനിക ശക്തിയും സൗദിയുടെ സാമ്പത്തിക കരുത്തും ഒന്നിക്കുന്നത് അമേരിക്കയും ഇസ്രായേലിനെയും ശരിക്കും ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. ഇനി ഇത് വെറും രേഖകളിൽ ഒതുങ്ങുന്ന ഒരു പേപ്പർ അലയൻസ് അല്ല. ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിച്ചാൽ വലിയ സൈനിക നീക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രായോഗികമായ പല നീക്കങ്ങളും നടക്കുന്നുണ്ട്. തുർക്കി അവരുടെ അത്യാധുനിക യുദ്ധവിമാന പദ്ധതിയിൽ സൗദി അറേബ്യയെ പങ്കാളിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈജിപ്തിലേക്ക് വൻതോതിൽ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ എങ്ങനെയാണോ ഒരു സാമ്പത്തിക കൂട്ടായ്മയിൽ നിന്ന് സൈനിക സഹകരണത്തിലേക്ക് വളർന്നത്, അതുപോലെ വിശ്വാസം കെട്ടിപ്പടുക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ആയുധങ്ങൾക്കായി എപ്പോഴും പടിഞ്ഞാറൻ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന കാലം അവസാനിക്കുകയാണ്. ഈ നീക്കത്തെ ഇസ്രായേൽ അതീവ ഗൗരവത്തോടെയാണ് എന്തായാലും കാണുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തുർക്കിയും സൗദിയും കൈകോർക്കുന്നത് ഒരു റെഡ് ലൈൻ തന്നെയാണ്. നേരത്തെ തന്നെ ഗ്രീസ്, സൈപ്രസ് എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് ഇസ്രായേൽ ഒരു പ്രതിരോധ വലയം തീർത്തിട്ടുണ്ട്. ഇസ്ലാമിക് നേറ്റോ എന്ന ആശയത്തെ തകർക്കാൻ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ഇതിനകം തന്നെ നയതന്ത്ര നീക്കങ്ങൾ ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ട്. ഈ സഖ്യം രൂപപ്പെടുകയാണെങ്കിൽ ഇത് ഇസ്രായേലിന്റെ ആകാശ നാവിക മേധാവിത്വത്തിന് വലിയ ഭീഷണി തന്നെയാണ്. ഇനിയാണ് ഇന്ത്യയുടെ റോൾ ശ്രദ്ധേയമാകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നയതന്ത്ര അഗ്നിപരീക്ഷ തന്നെയാണ്. കാരണം ഒന്നാമതായി പാകിസ്ഥാൻ ഘടകം എന്നുള്ളൊരു കാര്യം. ഇസ്ലാമിക് നേറ്റോയുടെ സൈനിക തലപ്പത്ത് പാകിസ്ഥാൻ വരുന്നത് ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി തന്നെയാണ്. കശ്മീർ വിഷയത്തിൽ ഈ സഖ്യം പാകിസ്ഥാന് പിന്തുണ നൽകുമോ എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആശങ്ക. രണ്ടാമതായി സൗദി അറേബ്യ ഇസ്രായേൽ ബന്ധമാണ്. അതായത് ഇന്ത്യക്ക് ഇസ്രായേലുമായും അതുപോലെ സൗദി അറേബ്യയുമായും മികച്ച ബന്ധമാണുള്ളത്. ഈ 2 പക്ഷങ്ങൾക്കിടയിൽ ഒരു ബാലൻസ് നിലനിർത്തുക എന്നത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ്. ഇനി ഊർജ്ജ സുരക്ഷയാണ്. ഇന്ത്യയുടെ ഭൂരിഭാഗം എണ്ണയും വരുന്നത് ഈ മേഖലയിൽ നിന്നാണ്. അവിടെ ഒരു സൈനിക സഖ്യം രൂപപ്പെടുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങളെയും ബാധിച്ചേക്കാം. ഇനി തുർക്കിയുടെ ഡ്രോണുകളും പാകിസ്ഥാന്റെ സൈനിക ശേഷിയും ഒന്നിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ആയുധ ഇറക്കുമതി രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൗരവമുള്ള കാര്യമാണ്. ആയുധങ്ങൾക്കായി പടിഞ്ഞാറൻ രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഈ രാജ്യങ്ങൾ സ്വയം പര്യാപ്തമാകുന്നത് പശ്ചിമേഷ്യയിൽ പുതിയൊരു പവർ സെന്റർ സൃഷ്ടിക്കും. ഇസ്ലാമിക് നേറ്റോ എന്നത് കേവലം ഒരു മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മ മാത്രമല്ല, അത് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥ, ബാലൻസ് ഓഫ് പവർ മാറ്റാൻ പോകുന്ന ഒരു വലിയ നീക്കമാണ്. പാകിസ്ഥാന്റെ സാന്നിധ്യം ഇന്ത്യയെ അസ്വസ്ഥമാക്കുമ്പോൾ ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കും. ഇന്ത്യക്ക് തന്റെ നയതന്ത്ര മികവ് പുറത്തെടുക്കേണ്ട സമയമാണിത്. പക്ഷേ ഇസ്ലാമിക് നേറ്റോ എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യവുമല്ല. ഒരുപാട് ചലഞ്ചസ്, വെല്ലുവിളികൾ ഇതിനു മുന്നിലുണ്ട്. മുസ്ലിം രാജ്യങ്ങൾക്കിടയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും വിശ്വാസക്കുറവും ഒരു വലിയ തടസ്സമാണ്. പ്രത്യേകിച്ച് ഇറാന്റെ കാര്യത്തിൽ സൗദിക്കും തുർക്കിക്കും വ്യത്യസ്ത നിലപാടുകളാണുള്ളത്. ഇതുകൂടാതെ വാഷിംഗ്ടണിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദവും ഇസ്രായേൽ ലോബികളുടെ ഇടപെടലുകളും ഈ നീക്കത്തെ തകർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നേറ്റോ പോലൊരു കർക്കശമായ സംഘടനയേക്കാൾ ഒരു ഫ്ലെക്സിബിൾ കോർഡിനേഷൻ മെക്കാനിസം അഥവാ അയഞ്ഞ സുരക്ഷാ ധാരണ രൂപപ്പെടാനാണ് സാധ്യത കൂടുതൽ.
കാര്യങ്ങൾ നോക്കുമ്പോൾ ഇസ്ലാമിക് നേറ്റോ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ലോകം ഒരു പുതിയ ശീതയുദ്ധ കാലത്തിലേക്ക് നീങ്ങുമ്പോൾ പശ്ചിമേഷ്യയിലെ ഈ ഒരു പുതിയ സൈനിക അച്ചുതണ്ട് വരികയാണെങ്കിൽ ആഗോള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ആയുധങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടി എപ്പോഴും പടിഞ്ഞാറൻ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന കാലം അവസാനിക്കാൻ പോവുകയാണോ എന്നുള്ളതാണ് സംശയം. സ്വന്തം ശബ്ദം ഉറപ്പിക്കാൻ മുസ്ലിം രാജ്യങ്ങൾ നടത്തുന്ന ഈ പോരാട്ടം വിജയിക്കുമോ? അതും വരും വർഷങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ തീരുമാനിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.